അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ BJP പ്രതിനിധി നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, 1995 വഖഫ് നിയമം അത് നൽകുന്ന അധികാരം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നു. അതാണ് നിലവിലെ സങ്കീർണമായ സാഹചര്യത്തിന് കാരണമായത് എന്നാണ് പറയുന്നതെങ്കിൽ, വഖഫ് BJP കൊണ്ടുവരുന്ന ഈ വഖഫ് ഭേദഗതി ബിൽ വഖഫ് സമ്പത്ത് സംരക്ഷിക്കാനുള്ള മുസ്ലിങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. ഇത് ഒരു ചർച്ചയാകുമ്പോൾ വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ കാര്യങ്ങൾ വഴിവെച്ചേക്കാം എന്ന ആശങ്ക കേരളത്തിൽ നിലനിൽക്കുകയാണ്. അവിടെയാണ് അമിത്ഷാ പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ഞങ്ങൾ നടപ്പാക്കും, അതാർക്കും തടയാനാകില്ല എന്ന്. KCBC ഇപ്പോൾ പറയുന്നു ചില വ്യവസ്ഥകളിന്മേലുള്ള ഭേദഗതിയെ ഞങ്ങൾ അനുകൂലിക്കുന്നു, അതിനനുകൂലമായി കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്യണമെന്ന്. ഞാനിവിടെ KCBCയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ വ്യവസ്ഥകളോടുമല്ല, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കുന്ന വ്യവസ്ഥകളുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾ യോജിപ്പില്ല, പക്ഷേ ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണം എന്നതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കുന്നു എന്ന് മാത്രമാണ് KCBC പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് BJP ഈ നിലപാടിനെ സ്വാഗതം ചെയ്തത്? KCBC എടുത്തിരിക്കുന്ന നിലപാട് ഈ വിഷയത്തെ സമഗ്രമായി പഠിച്ചതിന് ശേഷമുള്ള നിലപാടാണ്. എടുത്തുചാടി ഒരു നിലപാടെടുക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ KCBC. മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തി അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ച് അതനുസരിച്ച് ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് KCBC എത്തിയിരിക്കുന്നത്. KCBC എന്ന് പറയുമ്പോൾ വിവിധ സഭകളുടെ ഒരു ഏകോപന സമിതി തന്നെയാണ്. അപ്പോൾ ഓരോ സഭയ്ക്കുമുള്ള ആശങ്കകളും അവരുടെ ആവശ്യങ്ങളും നിയമത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ബില്ലിനെ സംബന്ധിച്ച് ഓരോ സഭകളും നടത്തിയ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനം വന്നപ്പോൾ മാത്രമാണ് KCBC ഇപ്പോൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു പഠനത്തിന് ശേഷമുള്ള KCBCയുടെ സുചിന്തിതമായ തീരുമാനം തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് നിയമപരമായി വരാൻ പോകുന്ന ഈ ബില്ലിനെ അനുകൂലിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരാവശ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് KCBCയുടെ നിലപാടോടുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല, ഇത് ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു നീക്കമല്ല. താങ്കൾ വിശദീകരിച്ചോളൂ. ഞാൻ ഒരൊറ്റ കാര്യം അതിനോടുകൂടി ചേർത്ത് വെച്ച് പറയാനാണ്. അതായത് ഇതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ചർച്ചുകളുടെയോ ക്ഷേത്രങ്ങളുടെയോ ഗുരുദ്വാരകളുടെയോ പരിപാലന ഉത്തരവാദിത്വത്തിൽ ഇല്ലാത്ത നിബന്ധനകളാണ് വഖഫ് ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. അവിടെയാണ് വഖഫ് സ്വത്ത് സംരക്ഷണത്തിന് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാണ് ഈ നിയമ ഭേദഗതിയെന്നും അത് കേരളത്തിൽ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേർതിരിവുകൾക്ക് ഇടയാക്കുമെന്നും അത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുമുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരോ BJPയോ ശ്രദ്ധിക്കാത്തത്? ചർച്ചുകളുടെയോ ഗുരുദ്വാരകളുടെയോ ക്ഷേത്രങ്ങളുടെയോ നിയമവുമായി ബന്ധപ്പെട്ട് വഖഫ് നിയമം പോലെ ഒരു നിയമമില്ലാത്തതുകൊണ്ട്, അതായത് ഹിന്ദുക്കളോ സിഖുകാരോ ക്രിസ്ത്യാനികളോ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഒരു വഖഫ് പോലെ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട്, അതായത് ഒരാൾക്ക് സ്വമേധയാ തോന്നുന്ന മനസ്സിൻ്റെ ഒരാഗ്രഹമനുസരിച്ച് വഖഫ് ചെയ്യാം, അത് മുസ്ലിം സമൂഹത്തിൽ മാത്രമുള്ള ഒരു കീഴ്വഴക്കമാണ്. ഹിന്ദുക്കളുടെ ഇടയിലോ ക്രിസ്ത്യാനികളുടെ ഇടയിലോ അല്ലെങ്കിൽ സിഖുകാരുടെ ഇടയിലോ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദാനരീതി ഹിന്ദു ക്രിസ്ത്യൻ സിഖ് വിഭാഗത്തിലില്ല, അത് മുസ്ലിമിൽ മാത്രമേ ഉള്ളൂ. ആ ദാനരീതി എന്ന് പറയുന്നത് രാജ്യത്തെ നിയമത്തിനും പാർലമെൻറ്റിനും അതീതമായി പോവുകയും ഇവിടുത്തെ കോടതികൾക്കും നിയമങ്ങൾക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തമായി ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെയും ഭരണഘടനയുടെയും പാർലമെൻറ്റിൻ്റെയും അധികാരത്തിന് മുകളിലാണ്. അതൊരിക്കലും ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കപ്പെടാവുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മതത്തിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും, ഞാൻ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ഒന്നിച്ചു പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത്, മുസ്ലിങ്ങളുടെയോ അമുസ്ലിങ്ങളുടെയോ യാതൊരു അവകാശത്തെയും ഹനിക്കാൻ പാടുള്ളതല്ല. ആ രീതിയിലാണ് പുതിയ ബില്ല് വന്നിരിക്കുന്നത്. അതല്ല, ഇതിലെ വെരിഫിക്കേഷൻ നടത്തി തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നു. ഒരു പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ തീരുമാനിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, ശ്രീ ജയസൂര്യൻ?
ഞാൻ അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. ഒരു പ്രോപ്പർട്ടിയുടെ അധികാരം ജില്ലാ കളക്ടർക്കല്ലാതെ പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? അതായത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുള്ള സർവേ കമ്മീഷണറാണല്ലോ വെരിഫിക്കേഷൻ നടത്തുന്നത്. ആ സിവിൽ കോടതിയുടെ അധികാരമുള്ള വെരിഫിക്കേഷൻ നടത്തുന്ന സർവേ ഈ പറയുന്ന ബോർഡിൻ്റെ, വഖഫ് ബോർഡിൻ്റെ കീഴിലല്ലേ ഉള്ളൂ. അങ്ങനെ കീഴിലാകാൻ പാടില്ല എന്നാണ് പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിലവിൽ ഈ രാജ്യത്ത് നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, അത് നടപ്പാക്കാൻ ഇവിടെ കളക്ടറുണ്ട്. അപ്പോൾ കളക്ടറെയും ഭരണഘടനയെയും നിയമത്തെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു വഖഫ് ബോർഡ് വന്നാൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പുതിയ നിയമം ഉദ്ദേശിക്കുന്നത്.